പൊന്നെവിടെ? അമ്മാമ്മയുടെ മുത്തെവിടെ? അമ്മാമ്മ വന്നത് കണ്ടില്ലേ? അമ്മാമ്മ വന്നത് കണ്ടില്ല പൊന്നെ? ഉറങ്ങണിരുന്നില്ലേ? മുത്തിനെ കാണാൻ വന്നതല്ല, മുത്തിനെ കാണാൻ വന്നതല്ല അമ്മാമ്മയുടെ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ലൈറ്റ് വെട്ടം എത്ര നേരമായി അമ്മേ. കണ്ട ഒരു ആട്ടുമ്പോ അവിടെ കിടക്കണുണ്ടോ? ആട്ടുമ്പോ ഉണ്ടാന്നൊക്കെ, ആട്ടുമ്പോ ഉണ്ടാന്നേ, ആട്ടുമ്പോ കിടക്കണൊക്കെ, ആട്ടുമ്പോ കിടക്കണ കണ്ട. കുഞ്ഞു ചക്കരമുത്തേ എന്തൊന്ന് ചക്കര കുഞ്ഞാവ് എണീറ്റത് ഇപ്പോഴാണ് എണീറ്റേക്കുന്നത്. അമ്മാമ്മ വന്നിട്ട് എത്ര നേരമായി? ഹേ ഗായ്സ്, അപ്പൊ നമ്മുടെ വ്ലോഗ് ഡേ സീരീസിന്റെ 5th ഡേ ആണ്, അതായത് നമ്മുടെ ലാസ്റ്റ് ഡേ. അപ്പോ ഇന്നലെ എനിക്ക് അത്രയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ലാസ്റ്റ് ഭാഗത്ത് വീഡിയോസ് ഒന്നും പിന്നെ എടുക്കാൻ പറ്റില്ല. മഴയൊക്കെ കണ്ട് പിന്നെ നമ്മുടെ കുറച്ചു നേരം ലുവാനൊക്കെ വെച്ചിട്ട് കിടന്നുറങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്കിപ്പോ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം അതൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇന്നിപ്പോ രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചില്ല, ഇടിയപ്പം പീസ് കറിയൊക്കെ ആയിരുന്നു. അപ്പൊ ഇന്നിപ്പോ നമ്മുടെ അമ്മ വന്നിട്ടുണ്ട് കേട്ടാ. എന്ന് വെച്ചാ മമ്മിക്ക് ഇന്നൊന്ന് ഹോസ്പിറ്റലിൽ പോണമായിരുന്നു. അപ്പൊ അത് കാരണം രാവിലെ തന്നെ അമ്മ വന്നിട്ടുണ്ട്. ഞാനും കുഞ്ഞൂസും ഉള്ളായിരുന്നു. അപ്പൊ കുഞ്ഞൂസ് ഇപ്പോഴാണ് എണീറ്റത്. അപ്പൊ ലുവാനക്കുട്ടനെ എണീറ്റ് കാരണം എന്തായാലും ലുവാനക്കുട്ടനെ അമ്മ എടുത്തോണ്ട് നടക്കണായിരുന്നിട്ട്. അപ്പൊ ആ ഒരു സമയം കൊണ്ട് ഞാൻ അവന് കുറുക്കുണ്ടാക്കിക്കൊണ്ടിരിക്കണായിരുന്നു. അപ്പൊ ഞങ്ങൾ ഓരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണേണ്. അപ്പൊ അമ്മ കുക്കറൊക്കെ എടുത്തിട്ട് നോക്കണേ, ഇത് എങ്ങനെയുണ്ട്, നല്ലതാണെന്നൊക്കെ ചോദിക്കണായിരുന്നേ. അമ്മക്കും ചെറിയൊരെണ്ണം മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കണായിരുന്നു. അപ്പൊ ഇതിന് എത്രയൊക്കെ ആയെന്നൊക്കെ എന്നോട് ചോദിക്കണായിരുന്നിട്ടാ. അപ്പൊ നമ്മുടെ ലുവാനിക്കുട്ടിനെ ഇതൊക്കെ നോക്കിയിരിക്കണേണ്. അവന് നമ്മുടെ എന്തെങ്കിലും ചെയ്യണതൊക്കെ കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അവന്റെ പനങ്കൽക്കണ്ട് ഇട്ടിച്ചങ്ങളെ ജാറമ്മനെ കാണിച്ചു കൊടുത്തതാണ് കേട്ടോ. ഇത് ഞങ്ങൾ ഒരു പ്രാവശ്യം ലുലു പോയപ്പോ മേടിച്ചതായിരുന്നു കേട്ടോ. ഇത് മേടിച്ചത് ശരിക്കും ഇതിട്ട് വെക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു. ഒരിടക്കെ ഞാനും സ്റ്റിജിനും എപ്പോഴും സ്മൂത്തി ഉണ്ടാക്കി കുടിക്കുമായിരുന്നു കേട്ടോ. കുറച്ച് ദിവസത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ. പക്ഷെ ഇപ്പൊ ഇതിന് ഉപകാരപ്പെട്ട് ഇപ്പൊ ഞാൻ ലുവാൻകുട്ടന്റെ കുറച്ച് ഇതുപോലത്തെ 2 ഉണ്ട്. അപ്പൊ ഇതുപോലെ ഞാൻ അവന്റെ പനങ്കൽക്കണ്ട് ഇതിൽ 2 ഇട്ട് വെച്ചേക്കണത്. അപ്പൊ ഞാൻ ആ സമയം കൊണ്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യണേണ്. അപ്പൊ അമ്മതേ ലുവാൻകുട്ടനെ അവിടെ ഇരുത്തിയിട്ട് അവനിരുത്തിയപ്പോ അവന് ഭയങ്കര ഇഷ്ടമായിട്ട് അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കൈകൊണ്ട് പെറുക്കിയെടുക്കലായിരുന്നു പരിപാടി. അപ്പതേ ലുവാനക്കുട്ടനാണെങ്കിൽ അവന്റെ ചേച്ചിയുടെ കയ്യിലുള്ള ബാൻഡ് എടുത്തിട്ട് കളിച്ചോണ്ടിരിക്കണായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം അവിടെ ഇരുത്തി കളിപ്പിച്ചിട്ടൊക്കെ നമ്മള് ഫുഡ് കൊടുത്തിട്ട് അവന്. ആ നേരം കൊണ്ട് ഞാൻ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നുണ്ട്. പിള്ളേരുടെ കുറച്ച് സൈക്കിളും കാര്യങ്ങളൊക്കെ അവിടെ വലിച്ചു വരി കിടക്കണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ എടുത്ത് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവന്റെ കുറുക്കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നേരെ കൊണ്ടുപോയി അവനെ കുളിപ്പിച്ചിട്ടാ. നേരെ ഞാനും പോയി കുളിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഉച്ചക്ക് നമുക്ക് മോരുകറിയും ചീരത്തോരനും മീൻ വറുത്തതും ഇന്നലത്തെ അയലക്കറിയൊക്കെ ആയിരുന്നിട്ടാ. അപ്പൊ അതൊക്കെ കൂട്ടി നമ്മൾ ഫുഡ് കഴിച്ചിട്ടാ. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വാട്ടർമെലൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കട്ട് ചെയ്ത് കഴിച്ചിട്ടാ. അപ്പോഴേക്കും എന്നാ പിന്നെ അവനും കുറച്ച് വാട്ടർമെലൻ കൊടുക്കാന്ന് ഓർത്തിട്ട് ഞാൻ അവനെ ഇതിലാക്കി കൊടുത്തേ. അപ്പൊ കുറച്ചുപേര് അതൊക്കെ ചപ്പിയിരുന്നേച്ചേ. അപ്പൊ ഇന്ന് ലുവാനക്കുട്ടന് ഞാൻ ഒരു കുഞ്ഞു ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണം. ബിരിയാണി എന്ന് പറയുമ്പോ നിങ്ങൾ കുറച്ച് കാര്യമായിട്ടൊക്കെ പ്രതീക്ഷിക്കും. അത്രയൊന്നുമില്ല. നമ്മുടെ ജീരകശാല റൈസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഗ്രീൻ പീസും ക്യാരറ്റും കുറച്ച് പരിപ്പൊക്കെ ഇട്ടിട്ടൊരു ബിരിയാണിയാണ്. ഉപ്പില്ലാത്തൊരു ബിരിയാണി. അപ്പൊ ഇതൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കൂടി നമുക്ക് സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കണില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തിട്ട് ഒന്ന് കൊടുത്തു നോക്കാന്ന് ഓർത്ത്. എന്ത് തട്ടിപ്പാന്ന് നോക്കി. അമ്മ കുഞ്ഞുവിന് സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കി തന്നതല്ലേ, കഴിച്ചു നോക്കിയേ. വായ വിളിക്കുന്നില്ല. ഇല്ല കഴിച്ചോ. ബിരിയാണി ഉണ്ടാക്കിയത് മാത്രമേ ഉള്ളൂ കേട്ടോ. അവനെ ഞാൻ കഴിച്ചില്ല കേട്ടോ. അവന്റെ അടുത്ത് നമ്മുടെ അടവുകളൊന്നും നടക്കണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ നമ്മൾ കുത്തിക്കയറ്റി വെച്ചു കൊടുത്തെങ്കിൽ അതൊക്കെ അവൻ തുപ്പിക്കളഞ്ഞിട്ടാ. പിന്നെ ആകെ കരച്ചിലും ബഹളമൊക്കെ ആയിട്ടാ. പിന്നെ ചേട്ടൻ സ്കൂൾ വിട്ട് വന്നത് കാണിച്ചു കൊടുത്താണ്ടാ നമ്മള് കരച്ചിലൊക്കെ മാറ്റിയത്. അത് കഴിഞ്ഞ് അവന് നല്ല രീതിയിൽ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവനെ കൊണ്ടുപോയി കുറച്ചു നേരം കിടത്തി ഉറക്കിയായിരുന്നു. അങ്ങനെ കുറച്ചു നേരം ഉറങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും തലയും പൊക്കി എണീറ്റ്. അപ്പൊ അമ്മ ഇങ്ങനെ കൊട്ടി പിന്നെ അവിടെ കിടത്തണാണ് ഈ കാണുന്ന. പക്ഷെ പിന്നെ അവിടെ കിടന്നില്ല കേട്ടോ. ഇതുപോലെ ആന കളിച്ചിരിക്കായിരുന്നു.
കുറച്ച് കഴിഞ്ഞപ്പോ സോനു വന്നപ്പോ അവള് കുറെ നേരം ഇങ്ങനെ ഈ വണ്ടി കൊണ്ട് നടന്നിട്ടാ. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അവൻ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതിപ്പോൾ രാത്രി കഴിക്കാൻ വേണ്ടി ഞാൻ യോഗോട്ട് ആപ്പിളും കൂടി കൊണ്ടുവന്നാണ്. അതൊക്കെ കഴിഞ്ഞത് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോയായിരുന്നിട്ടാ. പണ്ട് നമ്മൾ എപ്പോഴും പുറത്തു പോകുമായിരുന്നു നൈറ്റ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പതേ ഇവനുള്ള കാരണം നമ്മൾ അങ്ങനെ എപ്പോഴും പോകാറില്ല കേട്ടോ. അപ്പം അത് ഇന്നിപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. നമ്മൾ സ്ഥിരം പോകാറുള്ള കടയിലല്ല കേട്ടോ പോയത്. നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ ലുവാനുകൂട്ടൻ എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഈ കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്